ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ പൈസ ചിലവില്ലാതെ കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ബോക്സാണ്. നമ്മൾ സാധാരണ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് പാർസൽ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു ബോക്സാണിത്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ ഇതുകൊണ്ട് നല്ലൊരു പെൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്തൊക്കെ പെന്നും പെൻസിലൊക്കെ ഇങ്ങനെ നിരത്തി ടേബിൾമേൽ വെക്കുമ്പോൾ കുട്ടികളൊക്കെ അതെടുത്ത് കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ബോക്സിന് ഈ ഒരു രീതിയിൽ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നീളത്തിൽ തന്നെ ഹോൾസ് ഇട്ടിട്ട് ഞാനിത് ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോളിൽ. നമ്മൾ പഠിക്കുന്ന ടേബിളിൻ്റെ നേരെ മുകളിലായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പെന്നായിക്കോട്ടെ, പെൻസിലായിക്കോട്ടെ, സ്കെയിലായിക്കോട്ടെ, എന്തൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ ആ സംഭവങ്ങളൊക്കെ നമുക്കിതിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ വെച്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ സ്കൂളിൽ ഉള്ള ബോക്സ് പുറത്തെടുക്കാതെ നമുക്ക് ഈ ഒരു പെൻ സ്റ്റാൻഡ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തെന്നാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല നീളത്തിലുള്ള ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത്. ഇതെന്ന് വെച്ചാൽ ഞാൻ കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു ക്ലോത്ത് ആയിരുന്നു. നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ഷോളായിക്കോട്ടെ, കോട്ടൻ്റെ ക്ലോത്ത് പലരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. നമ്മൾ കളയാനൊക്കെ വേണ്ടി പഴകിയിട്ടൊക്കെ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇത് കുറേ ഭാഗങ്ങളായിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നീളത്തിലായിട്ട് കുറേ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ഞാനൊരു 5-6 കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ടിപ്പൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻസൊക്കെ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിച്ച് തരാൻ വേണം. അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് കുറേ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഇവിടെ വീണ്ടും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും വീട്ടമ്മമാർക്ക് ആദ്യത്തെ ആ ഒരു കുറച്ച് സമയമൊക്കെ ഉള്ള ആ ജോലി ഭാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ അതിനിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതൊരു പ്ലസ് ടൈപ്പിലായിട്ട് ഈ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ കുറേ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഒരു 7up ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ബോട്ടിലൊക്കെ നമ്മുടെ അടുത്ത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സംഭവം. അത് ഏത് ബോട്ടിലായിക്കോട്ടെ, ഇതുപോലുള്ളൊരു ബോട്ടിൽ നമ്മളെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മളെടുക്കുന്നത്. ഇനി ഞാൻ ഇതിങ്ങനെ നല്ലൊരു പ്ലസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഞാൻ അട്ടിയായിട്ട് വെച്ചിട്ടാണുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേറൊരു കളറിൽ ക്ലോത്ത് എടുത്തിട്ട് കെട്ടിക്കൊടുക്കുന്നത്. പിങ്ക് തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കെട്ടുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇത് നല്ല ഒരു ഇതായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. ഈ ഒരു രീതിയിൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്തൂടെ എടുത്തിട്ട് മറ്റു ഭാഗത്തായിട്ട് അങ്ങനെ 4 ഭാഗത്തേക്കും ഈ ഒരു കഷ്ണം തുണിയുടെ കെട്ട് വരുന്ന രീതിയിലാക്കിയിട്ടാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. ഒറ്റ ഭാഗത്തായിട്ട് നടുക്ക് കെട്ടുമല്ല, 4 ഭാഗത്തും ഇതിൻ്റെ ഈ ഒരു തുണി കഷ്ണത്തിൻ്റെ ഭാഗം എത്തുന്ന തരത്തിലാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇനി മറ്റേ ഭാഗവും എടുത്തിട്ട് ഇതുപോലെ തന്നെ 4 സൈഡിലുള്ള ക്ലോത്തിനെയും ചുറ്റിയിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ പൊടി തട്ടാനും ഒക്കെ വാങ്ങിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴേക്കും പൊടിയും മണ്ണൊക്കെ ആയിട്ട് വേഗം പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ അത് ഇങ്ങനെ
നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ തുണിയൊക്കെ മുഷിഞ്ഞ പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയം നമുക്ക് വേറൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാനും പറ്റും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു കുപ്പിയുടെ ക്യാപ്പ് ഭാഗം, ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 4 ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ കെട്ടിയിട്ട് കൊടുത്തതിൻ്റെ ആ സെൻട്രൽ ഭാഗം നമ്മൾ ബാക്കി വരുന്ന കയറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കയറിൻ്റെ ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ 4 ഹോൾസിലോട്ടും പുറത്തേക്ക് എടുക്കുക. നല്ല ഉറപ്പോട് കൂടിയിട്ട് ഇതിലിങ്ങനെ കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ കുപ്പിയുടെ അകത്തോട്ട് തള്ളി കൊടുത്തതിന് ശേഷം ഈ ഒരു കയറിൻ്റെ കഷ്ണത്തിൻ്റെ അറ്റം നമ്മൾ 4 ഭാഗത്തോട്ടുമായിട്ട് പുറത്തോട്ട് എടുക്കുകയാണ്, ഹോൾസിലേക്കൂടെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇതിൽ നിന്നോളും. ഇനി നമുക്കിത് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു മോഡലായിട്ട് വന്നിട്ട് സാധാരണ നമുക്ക് പൊടി തട്ടി മറാല തട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ നമുക്ക് പൈപ്പിംഗ് കഷ്ണമോ അല്ലെങ്കിൽ കമ്പ് അല്ലെങ്കിൽ മോപ്പൊക്കെ പൊട്ടിയിട്ട് ആ ഒരു കമ്പൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല തിക്കായിട്ട് അവിടെ സ്റ്റിക്കായി നിന്നോളും. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇത് പൊടി തട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് ജനാല ആയിക്കോട്ടെ എവിടെ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ തട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ആകെ 5-10 മിനിറ്റ് മാത്രമേ നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ 100-200 രൂപയൊക്കെ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സംഭവം ഒരുപക്ഷെ ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ടിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ടിപ്പൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഫ്രണ്ട്സിനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ബോട്ടിലിൻ്റെ ഭാഗമാണിത്, അടിഭാഗമാണിത്. ഈ ഒരു ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സെൻട്രലായിട്ടുള്ള ഈ ഒരു ഭാഗം പാതി വരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പകുതി ഭാഗം മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി ഭാഗം ആ ഒരു മേലുള്ള ഭാഗം തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കത്തി ചൂടാക്കിയിട്ട് ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ ഹോൾസായിട്ട് കിട്ടും എളുപ്പത്തിൽ. ഇനി ഇതുപോലൊരു കയർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. വയറിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയൊരു കഷ്ണം കയറിൻ്റെ ഭാഗമാണിത്. ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. ഇനി ഇത് നമുക്ക് കിച്ചണിൽ നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്തെ വോളിൽ നമുക്ക് ഇതുപോലെ ഒരു ആങ്കർ വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കത്തി ആയിക്കോട്ടെ, അതുപോലെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ചെറിയ സ്പൂണുകൾ, അതുപോലെ ഗ്യാസ് ലൈറ്റർ, പലപ്പോഴും മിസ്സായി പോകുന്ന സംഭവമാണ് ഗ്യാസ് ലൈറ്ററൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് എളുപ്പത്തിലെടുക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് സൂക്ഷിക്കുമ്പോൾ നമുക്ക് അടുക്കള പണിയൊക്കെ എളുപ്പമായിട്ട് തീരും. ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ നേരെ മുകളിലാക്കിയിട്ട് നമ്മൾ ഇത് വെക്കുമ്പോൾ നമുക്ക് പാചകം ചെയ്യുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.